അതിപരിശുദ്ധനും വാഴ്ത്തപ്പെട്ടതും കാരുണ്യവാനും നമ്മുടെ സൃഷ്ടാവുമായ ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം. സങ്കീർത്തനം 27 ഇന്ന് പാടാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എഴുത്തെല്ലാം സങ്കീർത്തനം എടുത്തു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എടുക്കാം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? When the wicked advance against me to devour me, it is my enemies and my whole foes who will stumble and fall. ഒരു സൈന്യത്തിന്റെ നേരെ പാളയമണിഞ്ഞാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. As for the Lord, this only do I see, that I may dwell in the house of the Lord all the days of my life, to gaze on the beauty of the Lord and to seek Him in His temple. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. And my head will be exalted above the enemies who surround me. At the sacred tent I will sacrifice with shouts of joy. I will sing and make music to the Lord. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. My heart says of you, seek His face. Your face, Lord, I will seek. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയുമരുതേ. Though my father and mother forsake me, the Lord will receive me. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. Do not turn me over the desire of my foes, for false witnesses rise up against me, spouting malicious accusations. ഞാൻ ജീവനുള്ള ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. Wait for the Lord, be strong and take heart, and wait for the Lord. എല്ലാവർക്കും ദൈവത്തിന് ഇരിക്കാമല്ലോ. അർഹതയില്ലാത്തൊരു സ്ഥാനത്താണ് ഞാനിപ്പോൾ. എനിക്ക് ഒരു പ്രഭാഷണത്തിനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം അനുഗ്രഹിച്ച് ബൈബിൾ വായിക്കുന്നതിന് ഒരു താല്പര്യമുണ്ട്. ആ ഒരു അനുഗ്രഹം മാത്രമാണ്. അപ്പോ ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് പാസ്റ്റർ വിളിച്ചപ്പോൾ ഞാൻ കുളിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. വൈഫ് പറഞ്ഞു പാസ്റ്റർ വിളിച്ചിരുന്നു. സാധാരണ ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പാസ്റ്റർ വിളിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പൊ ഇന്നലെ വിളി വന്നില്ല. ഇന്നലെ ശനിയാഴ്ച രാവിലെ പാസ്റ്റർ ഇവിടെ സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അതിനുശേഷം പാസ്റ്ററുടെ ജോലി സംബന്ധമായൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ ജോലി തിരക്കിലായി. അപ്പം ഞാൻ അതിനെപ്പറ്റി പിന്നെ ചിന്തിച്ചില്ല. ഒരു 10-11 മണി വരെ നോക്കി. അന്ന് ലേറ്റായിട്ട് വിളിക്കുകയാണെങ്കിൽ 10 മണിയാകുമ്പോഴത്തേക്ക് വിളിക്കാറുണ്ട്. ഞാൻ എൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഇടപെട്ടു പോയി. അപ്പോൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനായിരിക്കും വിളിച്ചത് എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് വന്ന് പാസ്റ്ററെ തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ച് അപ്പോ എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയാൻ ഒരവസ്ഥയായി പോയി. കാരണം ഒന്നും മിണ്ടാൻ പറ്റാൻ അറിയുന്നു. എനിക്ക് പറഞ്ഞത് ഇന്ന് പ്രഭാഷണം ഫിലിപ്പോസിന്റെ പറയണം. ഞാൻ വിചാരിച്ച എന്താ ഞാൻ പറയുന്നത്. അപ്പോൾ പാസ്റ്ററെ നിഷേധിക്കാനും എനിക്ക് മനസ്സില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല, ചെയ്യാമെന്നും പറഞ്ഞില്ല, ചെയ്യുന്നും പറഞ്ഞില്ല. പക്ഷേ പാസ്റ്റർ എന്റെ മൗനം അംഗീകാരമായിട്ട് പാസ്റ്ററിന്റെ എന്നെ പറ്റിയുള്ള ആ ഒരു മതിപ്പ് അത് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഈ പ്രഭാഷണങ്ങളും ഭാഷ ഞാൻ എന്തോ പറയുന്നത് പറഞ്ഞ സങ്കീർത്തനങ്ങളിൽ നിന്ന് എന്തെങ്കിലും അപ്പം അത് ഞങ്ങൾ തമ്മിൽ അല്പനേരം സംസാരിച്ച് ചോദിച്ചു. പാസ്റ്റർ
പാസ്റ്റർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളിലും പറയാനുണ്ടോ? എന്ന് ഞാൻ ഈ 150 സങ്കീർത്തനങ്ങൾ നോക്കി അതിനകത്തു നിന്ന് തപ്പിപ്പിടിച്ചാണ് ഇതെല്ലാം വായിക്കും. എനിക്കിതെല്ലാം ഒരുപോലെയാണ് തോന്നുന്നത്. അപ്പം ഞാൻ സാധാരണ ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ വായിക്കുന്ന ഒരു 2-3 സങ്കീർത്തനങ്ങളുണ്ട്. അത് പുസ്തകം തുറക്കാതെ വായിക്കുന്നതുണ്ട്. അപ്പോൾ ഈ 27-ാം സങ്കീർത്തനം എപ്പോഴും ഞാൻ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിനകത്ത് പല വാക്യങ്ങളും എൻ്റെ മനസ്സിനെ വളരെയേറെ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് അതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാനത് വായിക്കും. അപ്പോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം ഒരുപോലെ ആകത്തക്ക രീതിയിലാണ് ഭാഷ പറഞ്ഞു. 27-ാം സങ്കീർത്തനം നമ്മളിവിടെ അടുത്ത സമയത്തൊന്നും അത് വായിച്ചിട്ടില്ല, ആരും അതിനെപ്പറ്റൊന്നും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് അത് നന്നായിരിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം അതിനകത്തെ വാക്യങ്ങളൊക്കെ പലതും അറിയാവുന്നതാണ്. അപ്പോൾ അത് തന്നെയാണല്ലോ. ഇതെല്ലാം ഓർത്തു സന്ധ്യയ്ക്ക് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇതൊന്ന് വായിച്ച് പുസ്തകം എടുത്ത് വെച്ച് വായിച്ചിട്ട് ഇതിനെപ്പറ്റി അല്പനേരം ധ്യാനിക്കുക എന്ന് വിചാരിച്ചു. പക്ഷേ ഒരിക്കലും ഇല്ലാത്ത പോലെ ഇരിക്കാൻ ഉറക്കം വായിക്കോട്ടെ വന്നിട്ട് ഇരിക്കാൻ. അപ്പോൾ കുറേയേറെ നേരം പിടിച്ചു നിന്ന് നോക്കി, പക്ഷെ നിൽക്കാൻ മേല. ഒരു 10:30 ആയപ്പോഴത്തേക്ക് ഞാൻ പുസ്തകം മടക്കി വെച്ചിട്ട് കിടന്നു. സാധാരണ എനിക്ക് ഈ പ്രോസ്റ്റേറ്റിന്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് രാത്രിയിൽ 3 പ്രാവശ്യം മിനിമം ഞാൻ എഴുന്നേൽക്കുന്ന ഒരു പതിവുണ്ട്. പക്ഷെ ഇന്നലെ കിടന്നു ഉറങ്ങി. അപ്പൊ രാവിലെ അലാറം വെച്ചു. 6:30 അലാറം വെച്ചത്. ഞാൻ കണ്ണു തുറന്നപ്പോൾ പുറത്ത് പ്രകാശം ഉണ്ടെന്നൊരു തോന്നല്. അവിടത്തേക്ക് ബാത്റൂമിൽ പോയാൽ ടെൻഡേഷൻ വളരെ പെട്ടെന്ന് ഓടി ബാത്റൂമിൽ പോയി വെളിയിലോട്ട് നോക്കിയപ്പോൾ നേരം വെളുത്തു. ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നില്ല, അലാറം അടിച്ചിട്ടില്ല. വന്നിട്ടായി നോക്കുമ്പോൾ 6:22. അപ്പോൾ പെട്ടെന്ന് അലാറം ഓഫ് ചെയ്തു. കാരണം സൂസി ഞങ്ങൾ ഒരു റൂമിൽ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു കട്ടിലേക്ക് കിടക്കാൻ മേലാത്ത അവസ്ഥയാണ്. അപ്പോൾ അവള് ഹോസ്പിറ്റൽ ബെഡിലാണ് കിടക്കുന്നത്. അവർക്ക് എഴുന്നേക്കേണ്ടി വന്നെങ്കിൽ തന്നെ എഴുന്നേക്കാനൊക്കെ സൗകര്യം. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഞാൻ അലാറം ഓഫ് ചെയ്തിട്ട് ബൈബിള് തുറന്ന് വായിക്കാൻ തുടങ്ങി. സ്വല്പം കഴിഞ്ഞപ്പം ഞാൻ രാത്രി ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഹീറ്റ് വളരെ കുറച്ചിടും, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായി. എനിക്കെന്നാൽ ഹീറ്റ് ഇച്ചിരി കൂട്ടിയിട്ടാലും പ്രശ്നമൊന്നുമില്ല. ഞാനൊരു ശകലം ഹീറ്റ് കൂട്ടിയിട്ട് വന്നു. കാരണം ഹീറ്റ് അങ്ങോട്ട് ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ അനക്കം പിടിച്ചു. എന്നോട് ചോദിച്ചു ഹീറ്റ്. ഞാൻ പറഞ്ഞു സ്വല്പം കൂട്ടി, കാരണം ഞാൻ എഴുന്നേൽപ്പിട്ടിരിക്കുന്നു. അത് വേണ്ട, അത് കിടക്കാൻ പ്രയാസമാണ്. അപ്പം അവിടെ മുഖത്തൂന്നൊക്കെ മാറ്റി അവിടെ കിടന്നു. ഞാൻ അവിടെ നിന്ന് വായിച്ചുകൊണ്ടിരുന്ന് പുറത്ത് വന്നിരുന്ന് വായിക്കാൻ പ്രയാസം. കാരണം എനിക്ക് എൻ്റെ തണുപ്പ് ഒരുപാട് കട്ടിയത്. തന്നെയല്ല എൻ്റെ പുസ്തകങ്ങളെല്ലാം ഇരിക്കുന്നത് ഞാൻ കിടക്കുന്നതിനടുത്ത് തന്നെ. അപ്പോൾ ഇതെടുത്ത് വെച്ച് ബൈബിള് റെഗുലർ വായിച്ചു കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് വെച്ച് 27 ഒന്നുകൂടെ വായിക്കാമെന്ന് വിചാരിച്ച് എടുത്ത് വെച്ച് വായിച്ച് അപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് എന്നെ മാനസംബിളാറില്ല, ഞാൻ എന്തോ പറയേണ്ടത് എനിക്കറിയാൻ. അപ്പോ അവിടെ പ്രാർത്ഥിച്ച ദൈവമേ, നിന്റെ വചനങ്ങളാ എന്റെ ആദരങ്ങളില് നീ കാരണം. ആ പ്രാർത്ഥനയോടെ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കൊരു പ്രിപ്പറേഷനും ഇല്ല. സാധാരണ ഒരു മെസ്സേജിന് വന്നാല് എന്തെങ്കിലും ഒരു ചെറിയ നോട്ട്, അതിനകത്ത് യാതൊന്നും ഇല്ല. കാരണം നോട്ട് എഴുതാൻ എനിക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ദൈവാത്മാവ് എനിക്ക് എന്നിൽ വരുത്തുന്ന കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന കാര്യങ്ങൾ പറയുക. അതില് എന്റെ കഴിവല്ല. ഞാൻ പരാജയപ്പെട്ടു പോയാൽ എനിക്ക് അതിനകത്ത് ലജ്ജയൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ 4 പേര് ഈ വീട്ടിൽ സാധാരണ കാണാറുണ്ട്. ഇന്ന് രാവിലെ ഏർലി എഴുന്നേറ്റു, കുറച്ചു നേരം പ്രാർത്ഥിച്ചും ബൈബിൾ വായിച്ചു ഇരുന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഒരുങ്ങാൻ തുടങ്ങി. കഴിഞ്ഞാണെങ്കിലും ഇറങ്ങാൻ സ്വല്പം താമസിച്ചു. പെട്ടെന്ന് വണ്ടി ഓടിച്ച് വന്ന് ഇതിനകത്തോട്ട് കയറി പുറകിൽ നിന്ന് കണ്ടപ്പോഴേ എടാ ഇതെന്തോ സംഭവിച്ചത്.
ഇനി എന്തെങ്കിലും ആട്ടെ, ഏതായാലും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. എന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ദൈവേഷ്ടം കർത്താവിന്റെ ആലോചന ആയിരുന്നു. പക്ഷെ പല ആലോചനയും ഞാൻ ഏറ്റെടുക്കുവാൻ കുറെ ലേറ്റ് ആയി പോയി. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ഇന്നും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസാന സമയത്തെങ്കിലും യേശുവിനെ ായിട്ട് സ്വീകരിപ്പാനും ഈ വചനങ്ങൾ എനിക്കറിയാമായെങ്കിലും അതിന് ഞാൻ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, പിതാക്കന്മാരും ചെയ്തതാണല്ലോ എന്നുള്ള ന്യായീകരണത്തോടെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. എന്നെ സ്നേഹിക്കുന്ന യേശു കർത്താവിന്റെ എനിക്കതിനെപ്പറ്റി പറയാം. അല്ലാതെ എന്റെ കഴിവോ എന്റെ ബുദ്ധിയോ എന്റെ സാമർത്ഥ്യമോ ഒന്നുമല്ല. അപ്പോൾ ഇത്രയും എന്നെ പോറ്റി പുലർത്തിയ എന്റെ കർത്താവ്, ദൈവത്തിന് എന്നെ പറ്റി ഒരു ഹിതമുണ്ട്. തീർച്ചയായും ആ ഹിതം ദൈവം നിറവേറ്റും. അതിനെ ഞാൻ നിന്നുകൊടുത്താൽ അതുകൊണ്ട് ദൈവസന്നിധിയില് എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ വിനയത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ എനിക്കുണ്ടാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സങ്കീർത്തനം നമ്മൾ വായിച്ചു, നിങ്ങൾ കേട്ടു. ഇവിടെ ഇരിക്കുന്നതില് പലർക്കും ഈ സങ്കീർത്തനം അതിനകത്ത് കാണാനോ പറയാൻ സാധിച്ചില്ലെങ്കിലും ഓരോ വേട് കിട്ടിയാൽ ബാക്കി പൂരിപ്പിക്കാൻ കഴിയുന്നവരാണ് എല്ലാവരും. എന്നെക്കാളും വേദപുസ്തകത്തിന്റെ കാര്യത്തില് അറിവും അതിനെപ്പറ്റി വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരും പാസ്റ്ററുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇരിപ്പുണ്ട്. അവരുടെ മുന്നില് ഇത് വ്യാഖ്യാനിക്കാൻ എനിക്ക് യാതൊരു അർഹതയില്ല. എങ്കിലും കർത്താവായ യേശു ക്രിസ്തു എന്നോട് കൂടെ ഇരുന്ന് എന്നെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെ ആദരങ്ങളിൽ ദൈവം നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. നിങ്ങളൊക്കെയും പ്രാർത്ഥനയോടെ ആയിരിക്കണം. എന്തെങ്കിലും പിശകുകൾ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തിരുത്താനും പഠിക്കേണ്ട. പരിശുദ്ധാത്മാവിനെ നേർപാതയിൽ നയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. സ്തോത്രം. ഇതിലെ ഒന്നാമത്തെ വാക്യം, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും. അപ്പോൾ ഈ സങ്കീർത്തനം ഇത് എഴുതിയിരിക്കുന്നത് ദാവീദാണ്. അപ്പോൾ സങ്കീർത്തനം പുസ്തകം നമ്മൾ തുറന്നാല് 150 ചാപ്റ്റർ 150 സങ്കീർത്തനങ്ങളുണ്ട്. ഈ 150 ആരോടെങ്കിലും ചോദിച്ചാൽ എല്ലാവരും പറയും സങ്കീർത്തനം ദാവീദിന്റെയാണ്. പക്ഷേ ഇതില് 73 സങ്കീർത്തനങ്ങള് ദാവീദ്. പിന്നെ ദാവീദിനെ കൂടാതെ നമ്മള് ആസാഫിന്റെ സങ്കീർത്തനം, ഓരോ പുത്രന്മാരുടെ സങ്കീർത്തനം, മോശ എഴുതിയ ഒരു സങ്കീർത്തനമുണ്ട്. അതുപോലെ വേറെ 2 പേരുണ്ട് ഓരോ സങ്കീർത്തനം മാത്രം എഴുത്. ആ എനിക്ക് ഒരു ദോഷമുണ്ട്. ചില കാര്യങ്ങള് മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ പേരിൽ ഞാൻ വിട്ടുപോകും. അപ്പോ ഞാൻ ഇന്നലെ വൈകിട്ടിരുന്നപ്പോ ആ പേര് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇനി ഞാൻ ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ 51 സങ്കീർത്തനങ്ങള് അതിന്റെ കർത്താവ് ആരാണെന്ന് ഇതിനകത്ത് വ്യക്തതയില്ല. അതുകൊണ്ട് ഇതിപ്പം ആരെഴുതിയാലും ദൈവാത്മാവാണ് ഇത് എഴുതിച്ചിരുന്നത്. അതുകൊണ്ട് ഇത് മുഴുവനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വാക്യങ്ങളാണ്. ആ ഒരു പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. എഴുതിയ ആളിനെ സംബന്ധിച്ച് അവരുടെ കൈ ഉപയോഗിച്ചു, എഴുതാനുള്ള മഷിയും തൂവലും ഉപയോഗിച്ചു. അത് മാത്രമേ ഉള്ളൂ. അപ്പോ ഇതിൽ ദാവീദിനെ പറ്റി നമുക്ക് അറിയാം. ദാവീദിന്റെ ജീവിതം എന്ന് പറയുന്നത്, ദാവീദ് 8 മക്കളിൽ ഒരാളായിരുന്നു, ഏറ്റവും ഇളയവനായിരുന്നു. തന്റെ ജോലി, വീട്ടിലുള്ള പണി എന്ന് പറയുന്നത് ആടിനെ തീരുക. അപ്പോ ഇസ്രായേലിലെ പഴയ രീതി ആയിരിക്കാം, രാവിലെ ആടിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കാട്ടിലായിരിക്കാം, വനത്തിലായിരിക്കാം, രാത്രി തിരിച്ചു വീട്ടിൽ വരുമെന്ന് കരുതാം. ഇതിനകത്ത് വ്യക്തതയൊന്നുമില്ല. അത്
ദാവീദിന് ആകെ ഉണ്ടായിരുന്ന ജോലി അത് മാത്രമാണ്. പിന്നെ ഈ ആടിനെ തീറ്റിക്കൊണ്ട് നടക്കുന്ന സമയത്ത് പോലും ദൈവത്തെ സ്തുതിക്കാൻ വളരെ താല്പര്യം. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൈതൽപ്രായം മുതലേ ദാവീദിൽ ഉണ്ടായിരുന്നു മനസ്സിലാക്കാം. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുക, വീണയും ഉപയോഗിച്ച് കിന്നരം ഉപയോഗിച്ച് ദൈവത്തിന് പാട്ട് പാടുക. അപ്പോ ദാവീദ് വനത്തില് ഇതുപോലെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന കാലത്താണ് ഇസ്രായേൽ മക്കൾക്ക് ഒരു രാജാവിനെ വേണമെന്നും പറഞ്ഞ് ഇസ്രായേൽ മക്കള് ശമൂവേലിന്റെ അടുത്ത് ചെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ശമൂവേല് ജനങ്ങൾ ഇപ്പം ശമൂവേലിനറിയാം ദൈവഹിതം എന്ന് പറയുന്നത് ദൈവമാണ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ദൈവമാണ് അവരുടെ രാജാവ്. അപ്പൊ ശമൂവേൽ ദൈവത്തോട് പറഞ്ഞു, ജനങ്ങൾ എന്നോട് ഇങ്ങനെ പറയുന്നു, ഞാൻ അവരോട് എന്ത് പറയണം? അപ്പോൾ ദൈവം പറഞ്ഞു, നീ ജനങ്ങളുടെ അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു കൊടുക്കുക. അവർ നിന്നെ എല്ലാം നിഷേധിച്ചിരിക്കുന്നത് എന്നെയാണ്. കാരണം ഇസ്രായേലിനെ ഭരിക്കുന്ന ദൈവത്തെ വിട്ടിട്ട് അവരുടെ മേൽ ആടുവാൻ അവരുടെ ഇടയിൽ നിന്നും ശക്തനായ ഒരു മനുഷ്യനെ. അപ്പോൾ ഇസ്രായേലിന്റെ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അവർക്ക് ചുറ്റും ശത്രുക്കളാണ്. ഫെലിസ്ത്യര്, അമോര്യര്, ഇങ്ങനെ ആ ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാം ഇവരുടെ ശത്രുത്വം ആയിരിക്കുന്ന ഒരു കാലഘട്ടം, യുദ്ധം നടന്ന ഒരു സമയം. അപ്പോ ഇവർക്ക് പലപ്പോഴും പരാജയം സംഭവിക്കാറുണ്ട്. ശമൂവേല് ന്യായാധിപനാണ്, പക്ഷെങ്കിൽ ഒരു പോരാളിയല്ല. അപ്പോൾ ശമൂവേൽ പറയുന്നതനുസരിച്ചാണ് ഇവർ കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. ഓരോ കാലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം ആരെങ്കിലും യോദ്ധാക്കളെ എഴുന്നേൽപ്പിക്കും, അവര് ഇസ്രായേലിന് വേണ്ടി പടപൊരുതും. അപ്പോ പടപൊരുതും അവരല്ല, ദൈവമാണ്. അപ്പോ അത് ആ ന്യായാധിപന്മാരുടെ പുസ്തകവും ശമൂവേലിന്റെ പുസ്തകവും എടുക്കുമ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോ ശമൂവേലിന് ഇതിനല്പം പോലും താല്പര്യമില്ല ഒരാളിനെ എടുക്കാൻ. ദൈവം കൽപ്പിച്ചതാണ്, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ശമൂവേല് ശൗലിനെ തെരഞ്ഞെടുക്കുന്നു. ശൗലിനെ തെരഞ്ഞെടുത്ത കഥയൊക്കെ നമുക്ക് എല്ലാവർക്കും പിള്ളേർക്കും അറിയാവുന്ന കാര്യമായിട്ട് അതിന്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന. അപ്പോൾ ശൗലിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ശൗലിനെ ശമൂവേൽ കാണുമ്പോൾ ശമൂവേല് ഒറ്റ നോട്ടത്തിൽ കൊള്ളാതെ. കാരണം ആൾക്കാരുടെ ഇടയിൽ തോളറ്റം മുതൽ അവൻ പൊക്കമുള്ളവനായിരുന്നു. അപ്പൊ ആള് കോമളനാണ്. അപ്പൊ അത്രയും ശാരീരികമായ ശക്തിയുള്ള ഒരു മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വളരെ നന്നായിരിക്കുമെന്ന് ശമൂവേല് മനസ്സിൽ വിചാരിച്ചു. അതനുസരിച്ച് ശമൂവേല് ശൗലിനെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തിട്ട് ഇസ്രായേലിന്റെ രക്ഷകനായിട്ട് ശമൂവേലിനെ ആക്കി. ആ ശൗലിന് പിന്നെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ശൗല് രാജാവായിരിക്കുന്ന അവസരത്തിലാണ് ദാവീദിനെ തെരഞ്ഞെടുക്കുന്നത്. ദാവീദിനെ തെരഞ്ഞെടുക്കാനുണ്ടായ സംഗതി എന്ന് പറയുന്നത് ശൗല് അനുസരണക്കേട് കാണിക്കും. അപ്പോ ശൗലിന്റെ അനുസരണക്കേട് എന്ന് പറയുന്നത് ശൗലിനോട് ചെയ്യണം എന്ന് പറയുന്ന കാര്യം ചെയ്യില്ല. അപ്പോ ആ യോശുവയുടെ കാലം മുതലേ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരുന്നത്, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളിൽ ആരെയും നിങ്ങൾ ശേഷിപ്പിക്കരുത്. പക്ഷെങ്കിൽ ആ യുദ്ധങ്ങളൊക്കെ ഉണ്ടായി അവര് ആ സ്ഥലമൊക്കെ പിടിച്ചെടുത്ത് അവരുടെ മേൽ ആധിപത്യം കിട്ടി കഴിയുമ്പോൾ അവര് ആ വാക്കങ്ങ് ആ ദൈവത്തിന്റെ കൽപ്പനയൊക്കെ മാറുന്നു. അപ്പൊ ഇവരെ നമ്മുടെ ഇടയിൽ താമസിപ്പിച്ചാൽ ഇവരെ നമുക്ക് ഊഴിയ വിചാരകരാക്കാം, നമ്മുടെ വേലയൊക്കെ അവർ ചെയ്തോളും. അപ്പൊ ആ ദൈവം കൽപ്പിച്ചതിന് വിരുദ്ധമായി അവര് അവരുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് അതിന്റെ ദോഷമാണ് ഇസ്രായേൽ അനുഭവിക്കുന്നത്. ഇല്ല, അതല്ലാതെ ദൈവം കൽപ്പിച്ചതുപോലെ ഈ ജാതിയെ ഉന്മൂലനം ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചത് ഇസ്രായേൽ മക്കള് അന്നത്
ഏറ്റെടുത്തിരുന്നെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് ഈ പ്രശ്നങ്ങള് ഒന്നും ഹല്ലേലൂയ. ഉണ്ടാകത്തില്ലായിരുന്നു ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നത്. എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന പലരും ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ അത് എന്തെങ്കിലുമായിട്ട് പോട്ടെ. നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്ക് തന്നെ തിരികെ പോകാം. ആമേൻ. കാരണം ഈ സമയത്ത് ദാവീദിനെ തെരഞ്ഞെടുക്കുന്നു. ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ശമൂവേല് ദാവീദിന്റെ ഇശായിയുടെ ഭവനത്തിൽ വരുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇശായിയുടെ മൂത്ത പുത്രന്മാരൊക്കെ വളരെ ശാരീരികമായി വളരെ ആരോഗ്യമുള്ളവരും ബലമുള്ളവരും അവരെ സൈന്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സൈന്യത്തിലെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ശമൂവേൽ വന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളോട് കൂടെ ഭക്ഷണത്തിൽ ഇരിക്കുക. അപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ ഇപ്പം ഇവിടുത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ, ഇതൊന്നും അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ ഉന്നത പൊസിഷൻ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഓർത്തഡോക്സുകാരനായിരുന്നു. എന്നോട് ചോദിച്ചാൽ കാതോലിക്ക ബാബ അല്ലെങ്കിൽ പാത്രികീസ് പറയും. അപ്പൊ കാതോലിക്ക ബാബ വന്ന ഒരിക്കലും വീട്ടിൽ വന്ന് ആരുടെയും ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. ഇപ്പം ഇവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷം വരാറുണ്ട്. അപ്പൊ ഏത് പൊസിഷനിരിക്കുന്നാലും വന്നു കഴിയുമ്പം അവർക്ക് ഹോട്ടലിൽ താമസിക്കുന്നതിന് വേണ്ടി ആയതുകൊണ്ട് താമസിക്കാൻ സൗകര്യമുള്ള വീടുണ്ടെങ്കിൽ വരും. ഇവിടെ മെത്രാന്മാരൊക്കെ വരികയാണെങ്കിൽ വിളിച്ചു പോയി. കാരണം എൻ്റെ വീട്ടിലും മെത്രാച്ചന്മാര് വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോ ഈ വരുമ്പോ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ജോലി ഉണ്ടെങ്കിലും അവധിയെടുക്കും. അപ്പം വീട്ടിലെ സഹായത്തിന് നമ്മള് മറ്റാരെങ്കിലും കരുതും. അപ്പോ ശമൂവേല് വരുന്നുവെന്ന് അറിഞ്ഞ ഉടനെ ഇശായി അതുപോലെ ഒരുക്കങ്ങളെല്ലാം ചെയ്ത് ഭക്ഷണത്തിനെല്ലാം ഒരുങ്ങി ഭക്ഷണത്തിലിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം ശമൂവേല് വന്നിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ടല്ലോ. ശമൂവേൽ വന്നിരിക്കുന്ന അവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനല്ല. ആ ദൈവം കഴിച്ച കൽപ്പന, അവിടെ ദൈവം ഇശായിയുടെ മക്കൾ വരുന്ന രാജാവായിട്ട് കണ്ടിട്ടുണ്ട്. ആ ആളിനെ അഭിഷേകം ചെയ്യാനാണ് ശമൂവേൽ വന്നിരിക്കുന്നത്. അപ്പോ 7 മക്കളും വളരെ യോഗ്യന്മാരായിട്ടില്ല. അപ്പോ ഓരോരുത്തരെയും കണ്ടപ്പോ ശമൂവേല് കരുതി, ഇവനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. കാരണം കോമളരൂപനാണ്, ശാരീരികമായി നല്ല ആരോഗ്യമുള്ള ആളാണ്. പക്ഷെങ്കിൽ 7 പേരെയും അവിടെ ശമൂവേൽ വരുമ്പോ 7 മക്കളെ അവിടെ കാണുന്നുള്ളൂ. 7 പേരേ ഉള്ളൂ. 7 പേരെയും നോക്കിയിട്ട് ദൈവം ശമൂവേലിനോട് പറയുന്നില്ല ഇന്നാരെ ഇലക്ട് ചെയ്യണം. ഉടനെ ശമൂവേൽ തന്നെ ഇശായിയോട് ചോദിക്കാം, നിനക്കിനിയും വേറെ മക്കള് ഇല്ലേ? ഇനിയും ഒരുത്തനുണ്ട്, അവനെ കാട്ടിൽ ആടിനെ തെറ്റിക്കൊണ്ടിരിക്കുക, കൊച്ചു പയ്യനാ. അപ്പോ നീ ഇങ്ങോട്ട് വരുന്ന അവനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ച് കൊണ്ടിട്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ ശമൂവേലിന്റെ വാക്ക് കേട്ടപ്പോൾ ഒരുപക്ഷെ ഇശായി തന്നെ ഞെട്ടിപ്പോയി. പറഞ്ഞിരിക്കുന്നത്, അവൻ വന്നല്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. ഞാൻ ഇവിടുന്ന് വെള്ളം കുടിക്കണമെങ്കിൽ ആ പൈതലിനെ ഇവിടെ കൊണ്ടുവരണം. അപ്പം ശമൂവേല് ഇനി ഒരാളുണ്ടല്ലോ, സന്തോഷിച്ചു. ദാവീദ് വന്ന ഉടനെ, ദാവീദിനെ കണ്ട ഉടനെ ദൈവാത്മാവ് ശമൂവേലിന് ആലോചന കൊടുത്തു, ഇവനെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. കൂട്ടത്തിലെ ഏറ്റവും കൊള്ളുകയില്ലാത്ത ഒരു പൈതൽ. പക്ഷെ ദാവീദിനെ കോമള രൂപനാണ്, കൃഷകാത്രനാണ്. അപ്പം ദാവീദിനെ പറ്റി പറയുന്ന ദാവീദ് ശാരീരികമായി വലിയ വലുപ്പമെന്നുള്ള ആളല്ലായിരുന്നു. ദാവീദിനെ ശമൂവേല് അഭിഷേകം ചെയ്തു. രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ടും ദാവീദിന്റെ ജോലി ആടിനെ മേയിക്കുക, തിരിച്ച് വീണ്ടും കാട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഇവര് ഫിലിസ്തീനുമായിട്ട് യുദ്ധം നടക്കുന്ന ഒരു കാലം. ഇശായിയുടെ 7 മക്കളും സൈന്യത്തിന് സേവനം ചെയ്യാൻ പറയുന്നത്. അവർക്ക് ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇശായി ദാവീദിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ദാവീദ് ഇവരുടെ പോകാനുള്ള സംഘം നമുക്കറിയാമല്ലോ. ആ മക്കളുടെ ക്ഷേമം അന്വേഷിച്ച്, സഹോദരങ്ങളുടെ ക്ഷേമം അനുസരിച്ച് അവർക്ക് ആഹാരം കൊടുക്കാനും അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുവാനായിട്ട് ഇശായി ദാവീദിനെ പറഞ്ഞു വിടുന്നു. ദാവീദ് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് ആ രംഗത്ത് ചെല്ലുമ്പോ ദാവീദിന്റെ ദൈവാത്മാവ് ദാവീദിലോട്ട് കന്നഡ
ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന അപ്പോൾ ഗോലിയാത്തിന്റെ വെല്ലുവിളിയാണ് ദാവീദിനെ പ്രകോപിപ്പിച്ചത്. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്ക് ദൈവാത്മാവ് ശക്തമായിട്ട് ദാവീദ് ഇടപെടാൻ തുടങ്ങി. അപ്പൊ ദാവീദ് ഇതെന്തുവാ ഈ സംഭവിക്കുന്നത്? നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്, കാരണം ഈ മല്ലന്റെ ശബ്ദം കേട്ട് നിങ്ങൾ എന്തിനാ പേടിച്ചോളൂ? കാരണം നിങ്ങളുടെ കൂടെ യഹോവയുണ്ട്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് നിങ്ങളല്ല, യഹോവയാണ്. കാരണം ദാവീദിനത് അറിയാമായിരുന്നു. ദാവീദ് ഉടനെ പറഞ്ഞു, ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവനെ എതിർക്കണം, അവന്റെ ബുദ്ധി. അപ്പം ഈ സംസാരം കേട്ട ഉടനെ സഹോദരങ്ങള് പെട്ടെന്ന് ദാവീദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദേഷ്യപ്പെട്ട് പറഞ്ഞു, കാട്ടിൽ ആട് കിടക്കുന്നുണ്ട്, നീ ഇവിടെ ഇത് ആൾക്കാരുടെ കളി കാണാൻ വന്നിരിക്കുന്നത്, വേഗം തിരിച്ചു പോക്കണമെന്ന്. പക്ഷേ ദാവീദിനെ ദൈവം അവിടെ അയച്ചിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. കണ്ട് ദാവീദിന് തിരിച്ചു പോകാൻ സാധിക്കും. അപ്പോ ദാവീദിന്റെ ഈ സംസാരം കേട്ട ആൾക്കാർ ഈ വിവരം ശൗല് പേടിച്ച് വരുന്നിരിക്കുക. കാരണം ഈ പടച്ചട്ടയൊക്കെ അണിഞ്ഞ് ആര് വന്നാലും വെട്ടിയാൽ വിട്ടുകൊള്ളാതെ രീതിയിൽ ഇരുമ്പ് പടച്ചട്ടയൊക്കെ ധരിച്ച് ശൗല് പിന്നിലാണ്. കാരണം ഉടനെ ദാവീദിനെ ശൗല് വിളിപ്പിച്ചിട്ട് അവനോട് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, അവൻ ദൈവത്തെയാണ് അവൻ നിന്ദിക്കുന്നത്. അപ്പോ അവനെ കൊല്ലാം. അപ്പോ ശൗൽ വളരെ സന്തോഷമായി, ഈ ബാധ ഒഴിഞ്ഞു കിട്ടുമല്ലോ. അപ്പോ ഈ ഫെലിസ്ത്യരെ മൊത്തത്തില് ഇസ്രായേലിന് പക്ഷെ പേടിയില്ലായിരിക്കും. പക്ഷേ ഗോലിയാത്തെന്ന മല്ലൻ, അവന്റെ ശരീരത്തിന്റെ വലുപ്പവും അവന്റെ ആ അട്ടഹാസവും വെല്ലുവിളിയും ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ഈ കാട്ടിലെ സിംഹം അലറി വിളിക്കും. പക്ഷേ ആ മറ്റേ അതിനേക്കാൾ വലിപ്പമുള്ള മൃഗങ്ങൾ പോലും ആ അലർച്ചയും ശബ്ദവും കേൾക്കുമ്പോൾ അവർ പേടിച്ചു പോകും. അപ്പൊ അതുപോലെ ഗോലിയാത്തിന്റെ ഈ ശബ്ദവും അവന്റെ ആ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പേടിച്ച് മാറി നിൽക്കുന്നു. എന്നാൽ ദൈവം ശാരീരികമായിട്ടുള്ള വലിപ്പത്തിലല്ല പ്രവർത്തിക്കുന്നത്. അപ്പോ ഇത് ശൗല് ദാവീദിനെ പടച്ചട്ടയ്ക്ക് അണിയിച്ചു, നല്ലൊരു പട്ടാളക്കാരനാക്കി അങ്ങോട്ട് വിടാൻ. അപ്പോ അർഹതയില്ലാത്ത ആ കുപ്പായങ്ങളൊക്കെ വന്നപ്പോൾ ദാവീദ് നടക്കാൻ സാധിക്കുന്നത്. കാരണം ദാവീദിനെ ദൈവം ഒരുക്കിയിരിക്കുന്ന അവനൊരു കരുണയുണ്ട്. കാട്ടിൽ നിൽക്കുമ്പോ ആടിനെ പിടിക്കാൻ എന്തെങ്കിലും മൃഗങ്ങളോ ചെന്നായികളോ കരടിയോ പുലിയോ ഒക്കെ വരികയാണെങ്കിൽ അതിനെ കവണ വെച്ച് എറിഞ്ഞോടിക്കാനും, അതുപോലെ ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഞാനൊരു കരടിയോടും സിംഹത്തോടും മല്ലിട്ടു, അതിന്റെ വായിൽ നിന്ന് ഞാൻ അതിനെ രക്ഷിച്ചു. അപ്പോ ദാവീദ് വളരെ ധൈര്യവാനായിരുന്നു. അതുപോലെ അവന്റെ ചുമതലയോട് അവൻ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഒരാള്. അവന്റെ ജീവനേക്കാൾ അവൻ വലുതായിരുന്നു അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. അപ്പോൾ ദൈവസന്നിധിയിലും ദാവീദ് അതുപോലെയായിരുന്നു. ദാവീദിന് ദൈവം ഒരു ചുമതല കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ ജീവനെ ദാവീദ് അതിനുവേണ്ടി ജീവൻ ത്യജിച്ചും ഇറങ്ങാൻ ദാവീദ് ഒരുക്കുമായിരുന്നു. ദാവീദിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, തന്റെ ജീവനെ ദൈവം സൂക്ഷിക്കും. അവസാനത്തെ വചനം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം. അപ്പോൾ ദാവീദിന് ആ ഒരു ദൈവം എന്നെ ജീവനോടെ വെക്കും, കാരണം ജീവനുള്ള ദേശത്ത് ഞാൻ നന്മ കാണും. ആ സമയത്ത് നന്മയൊന്നും പറയാനില്ല. ഇസ്രായേൽ മുഴുവൻ കഷ്ടത്തിലാണ്, യുദ്ധത്തിലാണ്. ഇസ്രായേലിന് സമാധാനമില്ല. തന്റെ ഭവനമാണെങ്കിൽ ദാവീദ്, എന്റെ ഭവനം വളരെ ചെറിയൊരു ഭവനമാണ്. അപ്പോ ദൈവം നൽകിയ നന്മകളെന്ന് പറയാൻ ദാവീദിൽ പോഴുവാനില്ല. ഈ ഒരു വിശ്വാസം ചെറുപ്പം മുതലേ ദാവീദിന് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതാം. അതല്ലാതെ കണ്ട് ഈ രാജാവായതിനു ശേഷം മനസ്സിലുള്ള ഒരു ചിന്തയല്ല. ഈ സങ്കീർത്തനത്തിന്റെ ഈ വചനങ്ങൾ ദാവീദിന്റെ മനസ്സിൽ ചെറുപ്രായം മുതലേ ഉണ്ടായിരുന്നു. കാരണം നമ്മളും പറയാറുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് നമ്മള് ദൈവത്തെ കൊടുക്കേണ്ടത് ജനിക്കുമ്പോ മുതൽ. മുസ്ലിംസ് കുഞ്ഞുങ്ങള് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിന്റെ ചെവിയിൽ പെടുന്ന അല്ലാഹു അക്ബർ അത് പറഞ്ഞ
അത് കേട്ടായിരുന്നു നമ്മൾ പോലും ഇല്ല എന്ന് കരയുന്ന കുഞ്ഞിന്റെ ചെവി വന്ന് അല്ലാഹു അക്ബർ പറഞ്ഞ ആ കുഞ്ഞെന്തോ കേൾക്കുന്നു. പക്ഷെങ്കിൽ അവരുടെ ആ വിശ്വാസത്തിന്റെ തീഷ്ണത നമുക്കതുണ്ടോ? യേശുവിൽ വിശ്വസിക്കുന്ന, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് ആ ഒരു വിശ്വാസം, നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ചാവണ്ടേ ദൈവത്തിന് സ്തോത്രം എന്ന് പറയാന് ആരെങ്കിലും മെനക്കെടുന്നുണ്ടോ എന്ന് ഞാൻ ആരെങ്കിലും അറിയത്തില്ല. നമ്മള് അത് ചെയ്യണം. നമുക്കറിയാവുന്ന ആൾക്കാരോടൊക്കെ പറയണം. കുഞ്ഞ് ജനിച്ചാൽ ആദ്യം നമ്മൾ ദൈവത്തിന് സ്തോത്രം കൊടുക്കണം. ആ കുഞ്ഞിന്റെ ചെവിയില് ആ ശബ്ദം നമ്മൾ കൊടുക്കണം. അന്ന് മുതൽ ആ കുഞ്ഞിനെ അതിന്റെ ചെവിയില് യേശു ദൈവം, യേശു ദൈവം, ആ വചനം ആ കുഞ്ഞിന്റെ ചെവിയിൽ അത് പ്രാപ്തിയാകുന്നതനുസരിച്ച് വളരുന്നതനുസരിച്ച് ദൈവവചനങ്ങള് ഉരുവിട്ടുകൊണ്ടിരിക്കണം. വചനത്തിൽ അതിനെ ഉറപ്പിക്കണം. അങ്ങനെ അതിനെ ആ വചനത്തിൽ ഉറപ്പിച്ചാൽ പ്രായമായാലും വചനം അതിന്റെ മനസ്സിൽ നിന്ന് വിട്ടുമാറത്തില്ല. അതിന്റെ സ്വഭാവം ദോഷത്തിലേക്ക് പോകത്തില്ല. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്ന ഈ അനീതിക്കൊക്കെയും കാരണം കുഞ്ഞുങ്ങളില് ദൈവഭയം നമ്മള് ചെറുപ്രായത്തിലെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ ദൈവഭയത്തിലും ദൈവവിശ്വാസത്തിലും വരികയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പുത്രിമാരും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ സമയത്ത് പെന്തക്കോസ് വിഭാഗം ഞങ്ങളുടെ ഒരു കുടുംബം എന്ന് പറയാൻ ആരുമില്ല. എന്റെ അമ്മയുടെ വീട് ആനിക്കാടാണ്. അപ്പം ആ ഭാഗത്ത് നിന്ന് കുറച്ച് ഫാമിലിയൊക്കെ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ട ഫാമിലി പരിസര ആൾക്കാരും പെന്തക്കോസിലൊക്കെ പോയി. പക്ഷേ അതൊക്കെ വളരെ അവജ്ഞയോടെയാണ് ഞങ്ങളൊക്കെ വളരെ ഇത് അന്ന് എനിക്കറിയാവുന്നില്ല. എന്റെ ചുറ്റുപാടുള്ളതില് കുറച്ച് ദൂരെ നിന്നൊക്കെ ആയിട്ട് ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, നമ്മള് പറയര് വിലയെന്ന് പറയുന്ന അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഇതുപോലെ ഈ വെള്ളവസ്ത്രം ധരിച്ചുണിയും അവരെ കാണുമ്പോൾ അവര് ബന്ധക്കോസുകാരാ, അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 10-15 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് കൂടുതൽ ആൾക്കാരൊക്കെ ഈ ബന്ധക്കോസ് ഗ്രൂപ്പിലോട്ട് വരാൻ തുടങ്ങിയത്. അന്ന് ഈ സ്കൂളിലാണേലും ഈ പെന്തക്കോസുകാർ പിള്ളേർ വരുമ്പം അവർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഇത് കൂടുതൽ ഈ അടിപൊളി എന്നുള്ള ഒരു വഴക്ക് കുടിക്കാനോ വേണ്ടാത്ത സംസാരങ്ങൾ ഇടപെടാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ പറ്റി ഒരു മനസ്സിൽ അവന് നല്ല പയ്യന എന്നുള്ളൊരു തോന്നലുണ്ട്. എന്നാലും അതങ്ങോട്ട് അനുകരിക്കാനുള്ള ഒരു താല്പര്യമൊന്നും അന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ഈ സംസാരമൊക്കെ ഇഷ്ടമാണ്, ബിഹേവിയറൊക്കെ ഇഷ്ടമാണ്. പക്ഷെങ്കില് എനിക്കത് പോരായിരുന്നു. ആ ഒരു ചിന്താഗതി ആയിരുന്നെങ്കിലും ദൈവം അതിനെ മാറ്റം വരുത്തി. ദൈവത്തിന്റെ കൃപ. ഒരു ദൈവവിധനായിട്ട് ജീവിക്കണമെങ്കിൽ ദൈവം ആരാണെന്നും യേശു ആരാണെന്നും ദൈവേഷ്ടം എന്താണെന്നും നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് നമ്മൾ ചെറുപ്പം മുതലേ ആ ഒരു രീതിയിൽ വളർന്നു വരികയാണെങ്കിൽ പ്രായമായാലും വിട്ടുമാറും. അപ്പോൾ ദാവീദിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആ ചെറുപ്രായം മുതലേ ദൈവത്തോട് അടുത്ത് ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ ദാവീദ് ഈ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിനെ തീറ്റാനൊക്കെ പോകണം. പക്ഷേ ദാവീദിന് അന്ന് സമാധാനം ഉണ്ടായി. കാരണം കാട്ടിൽ കിടന്നാണെങ്കിലും ദാവീദ് ഉറങ്ങാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ അഭിഷേകം ദാവീദിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നോട്ടത്തിൽ ദാവീദിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. ദാവീദിന് വീട്ടില് കിടക്കാൻ മേലാത്ത അവസ്ഥ, നാട്ടിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥ, അവന് ഓടുകയാണ്. ഇന്ന് ദൈവമക്കൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ ഒരുക്കുകയാണ്. ആ പീഡനങ്ങളെ പ്രശ്നങ്ങളെ നേരിടുമ്പോൾ ഇത് ദൈവം നമ്മളെ ഒരുക്കുകയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അതിന് നമ്മൾ കീഴ്പ്പെടണം. മറുതലിച്ചു പോകുകയല്ല. ദാവീദ് ഓടി നടന്നു. ഈ ഫിലിസ്തീയ മല്യനെ ദാവീദ് കൊന്നു. ആ ഫിലിസ്തീനയുടെ ആ രാജ്യത്ത് തന്നെ പോയി അഭയം തേടേണ്ടി വന്നു. അപ്പോ ആ ദാവീദിന്റെ അവസ്ഥ നോക്കണം. നമ്മുടെ ശത്രുവിന്റെ ഭവനത്തില് രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പോയി
അവിടെ കയറി നിൽക്കുക. അപ്പോഴും ജീവൻ പേടിച്ച് അവിടെ നിൽക്കുന്നു. ഇത് ഏതെങ്കിലും സമയത്ത് ദാവീദിന് ശത്രുരാജ്യത്ത് നിന്നാലും ദൈവത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള ആ ഒരു ചിന്ത, കാരണം ദൈവം ദാവീദിന് എന്താണ് ചെയ്തിരിക്കുന്നത് ദാവീദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ഇസ്രായേൽ മക്കളുടെ രക്ഷയാണ് ദൈവം ദാവീദിനെ പറ്റി ദൈവത്തിന്റെ ഇഷ്ടമെന്നുള്ളത് ദാവീദ് മനസ്സിലാക്കിയ ഒരു രാജാവാണ്. അത് ദാവീദിന്റെ ജീവിതത്തിലെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് രാജാവായി കഴിഞ്ഞിട്ടാണെങ്കിലും ജനങ്ങളുടെ നന്മയ്ക്കും ദേശത്തിന്റെ നന്മയ്ക്കും വേണ്ടിയാണ് ദാവീദ് പ്രവർത്തിച്ചത്. അപ്പോ ഈ അഭിഷേകം കിട്ടിക്കഴിഞ്ഞ ഉടനെ ദാവീദിനെ ശത്രുവിന്റെ പോരാട്ടത്തെ നേരിട്ടുകൊണ്ടിരിക്കുക. കാരണം ശൗല് ദാവീദിനെ സ്വന്തം ഭവനത്തിൽ കൊണ്ട് താമസിപ്പിച്ചു. അത് ശൗല് ദാവീദിനെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു, അതിനുവേണ്ടി മാത്രം. പക്ഷേ ആ ദാവീദിനെ ശൗലിനെ സഹായിക്കാനായിട്ട് ശൗലിന്റെ ഭവനത്തിൽ നിൽക്കുമ്പോഴും ദാവീദ് വളരെ സൂക്ഷിച്ച്, ഏത് സമയത്താണ് നേരെ വരുന്നത് അറിയത്തില്ല. നമ്മളിപ്പോ ഇത് ഒരു കടുവാക്കൂട്ടില് ഒരു മനുഷ്യനകപ്പെട്ട ആ അവസ്ഥയായിരുന്നു ദാവീദിന്റെ. പക്ഷെ അവിടെയും ദൈവം ദാവീദിന് ഒരു രക്ഷയുണ്ട്. കാരണം ശൗലിന്റെ പുത്രനായ യോനാഥാൻ ദാവീദിന് തുണയായി. ദാവീദിന്റെ മനസ്സിന്റെ നിർമ്മലത നന്നായി മനസ്സിലാക്കിയ ഒരു നല്ലൊരു കൂട്ടുകാരനായിരുന്നു യോനാഥാൻ. യോനാഥാന്റെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ദാവീദ് ആ ഭവനത്തിൽ കൊല്ലപ്പെട്ടു പോയി. കൊല്ലപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ദാവീദിനെ അവിടുന്ന് ഓടിപ്പോകാന് വഴി ഒരുക്കിയതും യോനാഥാനാണ്. അപ്പോ നമ്മൾ ചിന്തിച്ചോണം, നമുക്കൊരു പീഡനങ്ങളോ കഷ്ടങ്ങളോ ദൈവം നമ്മളെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു നീക്കവും. ഈ ദാവീദിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതാണ് നമ്മൾ ഏറ്റവും തിരിച്ചറിയേണ്ട ഒരു സംഗതി. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ദാവീദിനുണ്ടായി. അപ്പോ ആ തിരിച്ചറിവ് ദാവീദിനുണ്ടായി. ദാവീദിന് കിട്ടിയ ട്രെയിനിങ് കൊണ്ടൊന്നും അല്ല. ദാവീദ് ദൈവത്തോട് ചേർന്ന് നടന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദാവീദിനെ പഠിപ്പിച്ചത്. നമ്മള് കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. ആ കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രയോജനം? അതാണ് കർത്താവ് പറഞ്ഞത്. കാര്യസ്ഥൻ നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവൻ സർവകാര്യത്തിലും നിങ്ങളെ പ്രാപ്തരാക്കും. നിങ്ങൾക്ക് അറിവ് നൽകും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജ്ഞാനപൂർണ്ണരാകും. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് പറഞ്ഞ പോയ കർത്താവ് എത്ര ദിവസം ഈ അപ്പോസ്തലന്മാരും ദൈവത്തിന്റെ ശിഷ്യന്മാരും അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങള് നഗരം വിട്ടു പോകാതെ കാത്തിരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ദൈവത്തിന് കർത്താവിന് പരിശുദ്ധാത്മാവിനെ അങ്ങ് കൈവച്ച കൊടുത്താൽ മതിയായിരുന്നു. അതിനുള്ള കഴിവ് കർത്താവിനില്ല എന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നത്. നമ്മൾ കർത്താവിനെ വിധേയപ്പെടുത്തി കൊടുക്കും. അപ്പോ കർത്താവ് പറഞ്ഞു, അവർ 1-2 ദിവസമല്ല 10 ദിവസം പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ അമ്മയായ ഉൾപ്പെടെ. അപ്പോൾ കർത്താവിന്റെ സഹോദരന്മാർ യാക്കോബും മറ്റു സഹോദരൻ യൂദായും മറ്റു സഹോദരന്മാരെല്ലാരും ചേർന്ന് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രൂശാരോഹണം വരെ ഈ സഹോദരങ്ങൾ ആരും വിശ്വസിച്ചില്ല. കർത്താവ് പ്രസംഗം നടത്തുന്ന സമയത്ത് കർത്താവിനോട് അവർ കളിയാക്കി പറഞ്ഞു, ഈ യെരൂശലേമിൽ പ്രസംഗിക്കും, അവരത് കേൾക്കട്ടെ, കേട്ടുകഴിഞ്ഞ് നീ ദൈവമാണെന്ന് അവർ അറിയട്ടെ. അവർക്ക് പുച്ഛമായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. കാരണം ഗബ്രിയേൽ ദൂതൻ കൊടുത്ത പിന്നെ ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ അതാണ് യേശു. അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. അമ്മയ്ക്ക് അറിയാമായിരുന്നു. ഈ പുതിയ നമ്മൾ വായിക്കുമ്പോ കന്യാമറിയാമ യേശുവിനോട് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതി ചിന്തിച്ചാൽ
അത് നമുക്ക് പിന്നീട് അവസരം വരുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാം. അപ്പോ ഇവിടെ നമുക്ക് പറയാനുള്ളത് നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുക. ദൈവേഷ്ടം നമ്മള് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നേടേണ്ടതാണ്. അപ്പോ ആ പരിശുദ്ധാത്മാവിനെ നേടാൻ വേണ്ടി അവർ 10 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. ദാവീദിനും ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പൂർണ്ണമായിട്ട് നേടാൻ വേണ്ടി കാലങ്ങള് അതിനുള്ള കാത്തിരിപ്പ് വേണ്ടി വന്നു. ദൈവം അവനെ ഒരുക്കി. കാരണം ഒരു രാജാവായിട്ട് ശത്രുക്കളെ നേരിടണമെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് കാട്ടിൽ നിറങ്ങി വന്ന് അവരുടെ നേതൃത്വം ഏറ്റെടുക്കാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി ആ ഇസ്രായേൽ ദേശം മുഴുവൻ ഓടിച്ചു. ഫെലിസ്ത്യ ദേശത്തിലും മോവാബ് ദേശത്തിലും ദാവീദ് പോയി, ഓടി. അവിടെയൊക്കെ പോയി ദൈവം അവിടെയെല്ലാം വിശ്വസ്തയോടെ കാത്തു. ഈ സങ്കീർത്തനങ്ങളിൽ ഉടനീളം നമ്മൾ കാണുന്നത് ദാവീദിന്റെ പ്രാർത്ഥനയും ദൈവത്തിനുള്ള സ്തുതികളും. സങ്കീർത്തനം എന്ന് പറയുന്നത് അതിനെ സ്തുതി എന്നുള്ള സ്തുതികളെന്നാണ് അതിന്റെ അർത്ഥം. അത് പിന്നീട് ഈ കാലാന്തരത്തിൽ ഈ അടുത്ത പിന്നീടാണ് ഇതിന് സങ്കീർത്തനം എന്നുള്ള പേരിട്ട്. പക്ഷേ ആ പേര് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പേരാണ്. കാരണം എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു ഞാൻ ഇതിനകത്ത് ഈ പല സങ്കീർത്തനങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്യും. അത് ഒരു ദൈവവചനമാണ്, പക്ഷേ അതെന്റെ പ്രാർത്ഥനയായിട്ട് എനിക്കത് യൂസ് ചെയ്യും. 51-ാം സങ്കീർത്തനം നമ്മള് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ ആ പ്രാർത്ഥന നമ്മുടെ ഒരു പ്രാർത്ഥന, ദൈവത്തോട് നമ്മുടെ ഒരു സംസാരം. ദാവീദിന്റെ ഹൃദയം തകർന്ന് അവന്റെ ജീവിതം തന്നെ തകർന്ന് എല്ലാം കൈവിട്ടു പോയ ആ അവസരത്തിലാണ് ദാവീദ് ആ പ്രാർത്ഥന ചൊല്ലുന്നത്. അപ്പൊ നമ്മുടെ മനസ്സും വേദനിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു സങ്കീർത്തനമാണ് 51, 91, 121, 34, അതുപോലെ 27 എല്ലാം നമുക്ക് വായിക്കാം. എത്ര നേരം വായിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് മടുപ്പ് തോന്നത്തില്ല. നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നു. ഇതിനകത്തെ 1-ാമത്തെ വചനം, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാവുന്നു. അപ്പോൾ അത് ദാവീദിന്റെ ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തെ പറ്റി. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകൻ നമ്മൾ വിളിക്കും. നമുക്ക് വേണ്ടി രക്ഷ വിളിക്കുക. വെളിച്ചം, ദൈവം വെളിച്ചമാകുന്നു, അവൻ അല്പം പോലും ഇരുട്ടില്ല. അത് ദാവീദിന് പരിശുദ്ധാത്മാവ് നൽകി കൊടുത്ത ഒരു അറിവാണ്. അല്ലാതെ മറ്റാരും പഠിപ്പിച്ചതല്ല. ദാവീദ് ലേവ്യനല്ല. ദൈവത്തിന്റെ വാചനങ്ങളോ ന്യായപ്രമാണമോ ദാവീദിന്റെ കയ്യിലില്ല. പക്ഷെങ്കിൽ അതില്ലെങ്കിലും ദൈവത്തെ അറിയാനുള്ള ആ അറിവ് പരിശുദ്ധാത്മാവ് ദൈവത്തിനുണ്ട്. അപ്പം വെളിച്ചമാകുന്ന ദൈവം, ആ ദൈവമാണ് എന്റെ ബലം. അപ്പോൾ ആ ബലം ദാവീദിലുണ്ട്. ദൈവം വെളിച്ചമാണെന്ന് ദാവീദിന് അറിയാം. ആ വെളിച്ചത്തിനടുത്തേക്ക് നിന്നാൽ നീയും വെളിച്ചത്തിലാവും. കാരണം ഇരുളിൽ വസിക്കുന്നവന് ഒന്നും കാണാൻ സാധിക്കില്ല. നമ്മള് വെളിച്ചത്തിൽ വസിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെട്ടു വരും. അപ്പോൾ ആ വെളിച്ചത്തില് നമ്മളും വസിക്കണം. അപ്പോൾ ഇതിനകത്ത് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെയെ ഭയപ്പെടും. ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും. അപ്പോൾ ആ വെളിച്ചത്തിൽ വസിക്കുകയാണെങ്കിൽ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങള്, നമുക്കുണ്ടാകാൻ പോകുന്ന സകല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ രാത്രി നമുക്ക് വെളിച്ചത്തിൽ കാണാം. അപ്പോ രാത്രിയിൽ നമ്മള് വീടിനകത്ത്, നമ്മുടെ ഇവിടുത്തെ വീടല്ല, നാട്ടിലെ വീടൊക്കെ ആണെങ്കിൽ വീടിന്റെ മുറ്റത്തിന്റെ തൊട്ടപ്പുറത്ത് കാപ്പിത്തോട്ടമായിരിക്കും, ഇപ്പുറത്ത് റബ്ബർത്തോട്ടമായിരിക്കും. ഇതിനകത്തെല്ലാം നമ്മൾ പകൽ സമയം നടക്കുന്ന സമയത്ത് പാമ്പുകളെ, അതൊന്നും പാമ്പിനെ കണ്ട വലിയ പേടിയൊന്നുമില്ല. മൂർഖം പാമ്പിനെയോ അല്ലെങ്കിൽ അണലിയോ കാണുമ്പോഴാണ് പേടി തോന്നുന്നത്. കാരണം മൂർഖം പാമ്പ് അത് ശബ്ദം കേട്ട് കഴിയുമ്പോൾ തല പൊക്കും, അപ്പൊ അതിനെ കാണാം. ഈ അണലി അതിപ്പോ അധികം കിടക്കത്തേ ഉള്ളൂ, ചവിട്ടിയാൽ കയറി കഴിയും. കാരണം എവിടെയും ഇലയുടെ കീഴെ കിടന്നാൽ, ഉണങ്ങിയ ഇലയുടെ കീഴെ കിടന്നു കഴിഞ്ഞാൽ ഇത് അനങ്ങിയില്ല എങ്കിൽ ഒരു നമുക്കറിയാൻ പറ്റില്ല. അപ്പോ നല്ല വെളിച്ചത്തിലാണെങ്കിലും
രാത്രി നമ്മൾ ഉറങ്ങി കിടന്ന് കട്ടിലേനും കൊണ്ട് എഴുന്നേറ്റാണ് ഇരുട്ടത്തിന്റെ കാല് കുത്തും. ആ താഴെ എന്നെ കിടക്കുന്ന നമുക്ക് അറിയത്തില്ല. അതേ സമയത്ത് അവിടെ ഒരു പാമ്പ് കുഞ്ഞ് കിടക്കുകയാണെങ്കിൽ വെളിച്ചമുണ്ടേ നമുക്ക് അതിനെ കാണാൻ സാധിക്കും. അപ്പോ ഇത് അതുകൊണ്ട് നമ്മള് വെളിച്ചത്തോടടുത്ത് ജീവിക്കുക. ദൈവം ഭൂമിയിൽ നമുക്ക് വെളിച്ചം വേണം, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വെളിച്ചം വേണം. ഹൃദയത്തിൽ വെളിച്ചം ലഭിക്കണമെങ്കിൽ, ആ വെളിച്ചം നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തെ പറ്റിയുള്ള അറിവ്, ദൈവം വെളിച്ചമാണെന്നുള്ള അറിവ്, ദൈവത്തോടുള്ള അടുപ്പം. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോടടുത്ത് ജീവിക്കുക. അപ്പോൾ ദാവീദിന്റെ ഈ വചനം നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. യഹോവ എന്റെ വെളിച്ചം എന്റെ രക്ഷയുമാകുന്നു ഞാൻ ഭയപ്പെടും. അവന്റെ ജീവന്റെ ബലം. അപ്പോൾ ദൈവത്തിന്റെ ബലം എന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഞാൻ ആരെയും ഭയപ്പെടില്ല. അത് ദാവീദ് തെളിയിച്ചു തന്നു. ഇസ്രായേൽ ജനം മുഴുവനും ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ശൗല് പോലും പേടിച്ച് നിൽക്കുന്ന അവസരത്തിൽ ദാവീദ് ധൈര്യത്തോടെ അവിടെ ചെന്നു. കൊച്ചു മനുഷ്യൻ അവിടെ ചെന്നു. മറ്റുള്ളവരുടെ തലയ്ക്ക് താഴെ കഴുത്തിന് താഴെ ദാവീദുള്ള പൊക്കമുള്ള സമയത്ത് അപ്പോ സഹോദരങ്ങളെ ദാവീദിനെ പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കി. പക്ഷെ ആ സഹോദരങ്ങളെയും ദാവീദ് പേടിച്ചില്ല, പക്ഷെ എതിർത്തതൊന്നുമില്ല. അവരെയും ദാവീദ് അനുസരിച്ചു, ബഹുമാനിച്ചു, റെസ്പെക്ട് ചെയ്തു. എന്നാൽ ആ ദൈവം ദാവീദിനെ ഏൽപ്പിച്ച ചുമതല ധൈര്യത്തോടെ ഏറ്റെടുത്ത് അത് നിർവഹിച്ചു. ദാവീദിനെ അവിടെ വിട്ടത് ദൈവം ഒരുക്കി വിട്ടതാണ്, ഫെലിസ്തീനെ കൊല്ലാൻ വേണ്ടി വിട്ടതാണ്. ദാവീദ് ആ കർമ്മം അനുഷ്ഠിച്ചു. അതിന് ആരുടെയും സഹായം വേണ്ടി വന്നില്ല, ആരുടെയും പടച്ചട്ട വേണ്ടി വന്നില്ല. ആ പടച്ചട്ടയിലോട്ട് പോയി ദൈവം കൊടുത്തിരിക്കുന്ന ആ വസ്ത്രം മാത്രം, ആ കവറേജ്, ദൈവത്തിന്റെ പ്രകാശം ദാവീദിനോട് കൂടെ സംഭവമായിട്ടുണ്ടായിരുന്നു. ആ പ്രകാശമാകുന്ന ആ കവചത്തെ ഭേദിക്കാൻ ഒരു പൈശാചിക ശക്തികൾക്ക് ഒരായുധത്തിന് സാധിക്കില്ല. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകും. കാരണം നമ്മളും ദൈവത്തിന്റെ ആ വെളിച്ചത്തിലേക്ക് ദൈവിക വെളിച്ചത്തിൽ നമ്മൾ വസിക്കണം. അപ്പോൾ ഇവിടെ ദാവീദ് പറയുന്നത്, ദാവീദിന്റെ ദൈവത്തോടുള്ള ആ പ്രതികരണം അതിനകത്ത് 5-ാമത്തെ വാക്യം, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കും, ഉയർത്തും. അതിനകത്ത് പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതില് അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അപ്പോൾ ദാവീദിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ കൂടാരം ദൈവഭവനമാണ്. അപ്പോൾ ആ ദൈവസന്നിധിയിൽ ദാവീദിന് ഒളിവിടമുണ്ട്. അപ്പോൾ ആ ഒളിവിടെയാണ് തിരുനിവാസത്തിന്റെ മറവിൽ, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കുമെന്ന് ദാവീദ് വിശ്വസിച്ചു. നമുക്കറിയാം തിരുനിവാസം എന്ന് പറയുന്നത് ദൈവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്ന നിയമത്തിന്റെ മുകളില് ഒരു പലകയുണ്ട്. ആ പലകയുടെ മുകളില് കെരൂബുകളുണ്ട്. അതാണ് കൃപാസനം, അതാണ് ദൈവത്തിന്റെ നിവാസം. ദൈവം വസിക്കുന്ന ഇടം. അപ്പോൾ ദൈവം വസിക്കുന്ന ഇടം അതാണെന്ന് ഇസ്രായേൽ മക്കൾ വരുന്നത്. പക്ഷേ അത് ദൈവത്തിന് വസിപ്പാൻ വേണ്ടി ദൈവം പറഞ്ഞ് ഒരിക്കലാണ്. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഉണ്ടാക്കിയത് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു മുൻകുറി മാത്രമാണ്. ഇപ്പോൾ ദൈവം ഒരു മനുഷ്യനിർമ്മിതമായ കൂടാരത്തിൽ വസിക്കുന്നില്ല. ദൈവത്തിന് ആരുടെയും കൂടാരോ ആവശ്യമില്ല. പക്ഷെങ്കിൽ ഈ ദൈവം മനുഷ്യരോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ എനിക്കൊരു കൂടാരം ഉണ്ടാക്കണം, എനിക്കൊരു തിരുനിവാസം ഉണ്ടാക്കണം. ആ തിരുനിവാസത്തില് ദൈവം തെരഞ്ഞെടുക്കുന്ന പുരോഹിതന് ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ ആ തിരുനിവാസം, അപ്പോൾ ദാവീദ് പറയുന്ന തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കും. നമുക്ക് വിശ്വസിക്കാം, ദൈവത്തിന്റെ സാമീപ്യം ഇല്ലാത്ത, പ്രസൻസ് ഇല്ലാത്ത ഒരു ഇഞ്ച്, ഒരു സെന്റിമീറ്റർ സ്ഥലം പോലും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ ദൈവം എവിടെയാ? നമ്മളോട് കൂടെയുണ്ട്. പറഞ്ഞത് 2-3 പേരുടെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ വരും. അപ്പോ നമ്മള് 2 പേരോ 3 പേരോ ഒരുമിച്ച്
ദൈവത്തിന്റെ കൂട്ടായ്മയിൽ Oh, yes. ആണെങ്കിൽ Amen. നമ്മുടെ മധ്യത്തിൽ ദൈവം അവനുണ്ട്. നമ്മളെ ബന്ധിപ്പിക്കുന്നത് ദൈവമാണ്. Hallelujah. ദൈവം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ആ ബിഹേവിയർ കണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കി. Hallelujah. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ Amen. നമുക്ക് സമാധാനമുണ്ട്. Amen. നമ്മുടെ ഇടയിൽ നമുക്കൊരു മറവിടമുണ്ട്. Amen. ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും. നമ്മൾ ഭയപ്പെടാനൊന്നുമില്ല. ഇല്ല. അപ്പൊ ഇന്ന് പല ആപത്ത് അനർത്ഥങ്ങളെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ Amen. Amen. അതിൽ നിന്ന് ചിലർക്ക് കിട്ടുന്ന രക്ഷയെ പറ്റി ഓർക്കുമ്പോൾ Amen. അയ്യോ ദൈവം കാത്തു സൂക്ഷിച്ചു എന്ന് Amen. പറയും. Amen. അപ്പോ ഇവിടെ പാസ്റ്ററുടെ അപ്പച്ചന്റെ കാര്യം, Amen. കാരണം Amen. അപ്പച്ചന് ദൈവം ഒരുക്കിയ വലിയൊരു രക്ഷയാണ് മരണത്തിൽ. കാരണം അത് മരിച്ച ലാസറിനെ മൂന്നാം ദിവസം നാലാമത്തെ ദിവസം കർത്താവ് കല്ലറയിൽ നിന്ന് വിളിച്ചു വരുത്തെങ്കിൽ അപ്പച്ചന്റെ അവസ്ഥയും ഏതാണ്ട് അതിന് തുല്യമായിരുന്നു. മരിച്ചവനെ പോലെ വെള്ളത്തിൽ കിടന്നു വലിച്ചു പൊക്കിയിട്ട് ഒരുപക്ഷെ മരിച്ചു എന്ന് കരുതിയായിരിക്കാം പൊക്കിയെടുത്തതല്ല, അതിൽ നിന്നൊരു ജീവൻ കൊടുത്ത ആ ദൈവത്തിന് നമ്മളെ പറ്റി ഒരു ഉദ്ദേശം, ആ ഉദ്ദേശം സാധിക്കാതെ കൊണ്ട് നമ്മുടെ ജീവനെ ആർക്കും തൊടാൻ സാധിക്കും. കാരണം ശത്രുവിന്റെ പീഡനം നമുക്കുണ്ടാകാം, ശത്രു നമ്മളെ കൊല്ലാൻ ശ്രമിക്കുമായിരിക്കും, പക്ഷേ അതിനൊക്കെ ദൈവം നമുക്ക് രക്ഷപ്പെടും. യോബിന്റെ പുസ്തകം നമ്മൾ വായിച്ചാല് അതിനകത്ത് ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. കാരണം പീഡനങ്ങൾ ഉണ്ടാക്കുന്ന ദൈവമല്ല, പക്ഷേ ദൈവം അനുവദിക്കാതെ ഒരു പീഡനം നമുക്ക് വരത്തില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാ പിന്നെ ദൈവത്തിന് നമുക്ക് അങ്ങ് വലിയൊരു കാവൽ വെച്ച് പട്ടാളത്തിന് തടവിൽ നിന്ന് നിൽക്കുന്നത് പോലെ അത് നിർത്തിയാൽ മതിയല്ലോ. ദൈവം നമ്മളെ സൃഷ്ടിച്ച അങ്ങനെയല്ല. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ തന്നെ അവന് സ്വന്തമായിട്ടുള്ള ഇച്ഛാശക്തി അവന് കൊടുത്തു. നീ ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞ കൽപ്പന അത് ചെയ്യുകയോ ചെയ്യാതിരിക്കാനോ ഉള്ള ആ ഒരു കഴിവ്, ആ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് ദൈവം നൽകും. ആ തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇന്നും നമുക്കുണ്ട്. അതിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനിക്കണം. ആ തീരുമാനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകണം. ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് കർത്താവാണ്, ദൈവമാണ്. അപ്പോൾ മനുഷ്യനിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവുള്ളൂ. മൃഗങ്ങളില് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ല. കാരണം മനുഷ്യനെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതല്ല. ദൈവം സ്വന്തം കൈകൊണ്ട് രൂപം ഉണ്ടാക്കി, സ്വരൂപത്തിലുണ്ടാക്കി. അതിന് ജീവൻ, ദൈവത്തിന്റെ ജീവനാണ് നമ്മളിലുള്ളത്. ആ ജീവനാണ് ദൈവത്തിന്റെ ആത്മാവ്. ആ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ദിനംതോറും നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പുതുക്കണം, പ്രാപിക്കണം. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ഒന്നോ രണ്ടോ അല്ല, നമ്മുടെ ഹൃദയം നിറച്ച് പരിശുദ്ധാത്മ ശക്തി, പരിജ്ഞാനത്തിന്റെ ആത്മാവുണ്ട്, തിരിച്ചറിവിന്റെ ആത്മാവുണ്ട്, ഭക്തിയുടെ ആത്മാവുണ്ട്, സ്നേഹത്തിന്റെ ആത്മാവുണ്ട്. അപ്പൊ അതിനെപ്പറ്റി പൗലോസിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് പറയാൻ എനിക്ക് കഴിയില്ല, ബൈബിളിലുണ്ട്. അപ്പോ നമ്മൾ വേദപുസ്തകം ദൈവവചനം ക്രമമായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. അപ്പം ദൈവം അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ. അപ്പോൾ ഈ അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിനെ ഒളിപ്പിക്കുക എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് വേണം. കാരണം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തകർന്നു പോകാതെ അതിനെ അതിജീവിക്കുവാൻ എന്റെ ബുദ്ധിയല്ല, ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആ വെളിച്ചത്തില്, ആ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കനുസരിച്ച് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരനർത്ഥം നമുക്ക് സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു അനർത്ഥം ഉണ്ടാകുന്ന അവസരം വന്നാൽ ദൈവം തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കും. തിരുവാസത്തിന്റെ മറവിൽ നമ്മളെ ഈ പാറമേൽ നമ്മളെ ഉയർത്തും. പാറ ബൈബിളിൽ നമുക്ക് പഴയ നിയമം മുതൽ പുതിയ നിയമത്തിന്റെ അവസാനം വരെ പാറ, ആ പാറ എന്താണെന്നുള്ളത് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കളെ അനുഭവിച്ചിരുന്ന ആ പാറ, അത് പൗലോസ് പറയുന്നത് ക്രിസ്തുവായിരുന്നു. അപ്പോൾ ഇവിടെ പാറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. കർത്താവ് പറയുന്നതല്ലോ. അപ്പം
പത്രോസിനോട് പറയുമ്പോ ആമേൻ. പത്രോസേ ആമേൻ. നീ നീ പാറക്കഷ്ണം പത്രോസാണ്. പാറക്കഷ്ണമാകുന്നു. ആ. എന്നിട്ട് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എന്റെ ഭവനത്തെ പണിയും. ആമേൻ. അപ്പോൾ ക്രിസ്തുവാകുന്ന ക്രിസ്തുവ അത് എന്റെ ഭവനത്തെ പണിയുന്ന ഈ പാറമേലാണ്. ആമേൻ. ക്രിസ്തുവാകുന്ന പാറമേലാണ് സഭയെ പണിതിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അല്ലാതെ ഒരു അപ്പോസ്തലന്മാരും ഒരിക്കലുമല്ല. അങ്ങനെ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കുന്നത് തെറ്റാണ്. വചനമായി കാരണം സഭ നമ്മള് സഭയിൽ ആത്മാക്കളെ കൂട്ടി വരുന്നത് ആരാ കൂട്ടി വരുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ സഭയിൽ ആത്മാക്കളെ കൂട്ടി വരുത്തും. ഒരു അപ്പോസ്തലന്മാരും കർത്താവ് ഈ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവ അഭിഷക്തന്മാർക്കും ഒക്കെ ഒരു കടമയുണ്ട്. കർത്താവിന്റെ ജോലി കർത്താവിന് വേണ്ടി. അപ്പോൾ സുവിശേഷം ഇന്ന് സുവിശേഷന്മാരെ പറ്റി നമ്മൾ സുവിശേഷം പറയുന്നുണ്ട്. അവരെ സുവിശേഷം പറയുന്നത് അവരുടെ സുവിശേഷമല്ല, യേശുവിന്റെ സുവിശേഷമാണ് പറയുന്നത്. ആ സുവിശേഷം കേൾക്കുന്നവൻ യേശു ആരാണെന്നുള്ളത് അറിയണം, യേശുവിന്റെ കൽപ്പന എന്താണെന്നുള്ളത് അറിയണം. അപ്പോ നമ്മള് ഷണ്ണന്റെ അടുത്ത് ഫിലിപ്പോസ് വന്ന് എത്ര നേരം സുവിശേഷം പറഞ്ഞു കാണും. ഏതാനും ഒരു യാത്രയില് കുറച്ച് സമയം, ഏതാനും തുടങ്ങിയ സമയത്തില്ല, തീരുന്ന സമയത്തും ഇല്ല, അല്പസമയം മാത്രം കർത്താവിന്റെ കൽപ്പന പോലെ അത് തേരോട് ചേർന്ന് നടന്നു. തേരിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അത് കയറിയിരിക്കാൻ പറഞ്ഞത് ഫിലിപ്പോസ് അങ്ങോട്ട് നീ വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്നേരമാണ് പറഞ്ഞ ആരെങ്കിലും വ്യാഖ്യാനിച്ചു കൊടുത്തു. പൗലോസ് അവിടെ കയറി യേശുവിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. അത്രേ. ഇപ്പം ഈ യെശയ്യാ പ്രവചനത്തിൽ നിന്നും അത് 53 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ കഷ്ടാനുഭവത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോ അത് മാത്രമേ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുള്ളൂ. പക്ഷെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഷണ്ണന് മനസ്സിലായി സ്നാനം ആവശ്യമാണ്. അപ്പോൾ സ്നാനം കേൾക്കണമെന്ന് പൗലോസ് പറഞ്ഞില്ല, ഫിലിപ്പോസ് പറഞ്ഞില്ല, സുവിശേഷം മാത്രമേ പറഞ്ഞുള്ളൂ. സുവിശേഷം പറഞ്ഞിട്ട് അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഷണ്ണനെ ഒരു മന്ത്രിപദത്തിൽ ഇരിക്കുന്ന ആളാണ്, അതല്ല അറിവുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഫിലിപ്പോസ് പറഞ്ഞ കാര്യങ്ങൾ ഷണ്ണന് മനസ്സിലായി. പക്ഷേ യെശയ്യാ പ്രവചനം വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഷണ്ണനില്ലായിരുന്നു. ഫിലിപ്പോസ് അത് വിവരിച്ചു. അപ്പോൾ നമുക്കും ഇത് ആവശ്യമുണ്ട്. ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകണമെന്നില്ല. ദൈവത്തിന്റെ അഭിഷക്തന്മാർ നമുക്കത് വ്യാഖ്യാനിച്ച് തരണം. ആ അഭിഷക്തന്മാർക്കും പ്രവാചകന്മാർക്കും അവരുടെ ചുമതല ദൈവവചനം വായിച്ച് സുവിശേഷം ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ കടമ അവർ നിർവഹിക്കണം. അപ്പോൾ അത് അഭിഷക്തന്മാരുടെ ചുമതലയല്ല, നമ്മളെല്ലാവരും കർത്താവ് പറഞ്ഞിരിക്കുന്നത്, പൗലോസ് പറഞ്ഞിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗം. അപ്പോ നമ്മൾ ഓരോരുത്തരും പുരോഹിതന്മാരാണ്. അപ്പോൾ നമ്മൾ പുരോഹിതന്മാരാണെങ്കിൽ നമ്മൾ അഭിഷിക്തരാണ്. അപ്പോ നമ്മൾ അഭിഷിക്തരാണെങ്കിൽ നമ്മൾ നമ്മുടെ കടമ ചെയ്യണം. കാരണം കർത്താവിന് വേണ്ടി നമ്മൾ വേല ചെയ്യണം. നമ്മളെ ആ ഒരു വേല ചെയ്യാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതിനകത്ത് ഇതിന്റെ അവസാനത്തെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. ഇത് മുഴുവൻ വാക്യം ഓരോന്നോരോന്നായിട്ട് വായിക്കണമെന്ന് വൈകുന്നവരെ ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പോ ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുന്നു വിശ്വസിച്ചില്ലെങ്കിൽ ദാവീദ് തന്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോ ജീവനോടെ ഇരുന്ന് ഞാൻ യഹോവയുടെ നന്മ കാണും. ദൈവം എന്നെ രാജാവാക്കിയതാണെങ്കിൽ ആ രാജകീയ പദവിയുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ അനുഭവിക്കും. കാണാൻ ദൈവം ജീവനോടെ വെച്ചേക്കും. അതിനു മുന്നേ ഒരു ശത്രുവിനും എന്റെ ജീവനെ തൊടത്തില്ല. ഇതിപ്പോ രാജാവിന് മാത്രമല്ല നമുക്കും ഈ വചനം
അനുഗ്രഹമാണ്. ആ ഉറപ്പ് നമുക്കുണ്ടാകണം. Hallelujah. നമ്മൾ അങ്ങനെ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, Hallelujah. നമ്മള് എന്തെങ്കിലും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, Hallelujah. ദൈവമേ Pa. ഇത് കാണാതെ Amen. ഞാൻ Amen. എന്റെ ജീവൻ പോയില്ല എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു. Yes. അപ്പോൾ ആ വിശ്വാസം മനസ്സിൽ വേണമെങ്കിൽ എന്ത് വേണം? Amen. ദൈവത്തിൽ പ്രത്യാശ വേണം, ഉള്ളവരാകണം. Yes. ധൈര്യം ഉണ്ടായിരിക്കണം. Amen. അതുപോലെ ദൈവിക വെളിച്ചം മനസ്സിൽ വേണം. Amen. അതുപോലെ ദൈവമായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും Amen. ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. Hallelujah. ദൈവത്തിലുള്ള ധൈര്യവും ദൈവത്തിലുള്ള പ്രത്യാശയും Hallelujah. നമുക്ക് ഓരോരുത്തർക്കും Hallelujah. ദൈവമായ കർത്താവ് നൽകി തരട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്കും പല പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അതിനെപ്പറ്റി അറിയാം. Hallelujah. അത് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം Amen. പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം.